തിരുവനന്തപുരം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്റർ മാറി കുണ്ടമൻകടവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കാണുന്നത് പോലെ തന്നെ ബോക്സ് ടൈപ്പും ഒരു എ ഫ്രെയിം ഫ്രണ്ടേജ് നൽകിക്കൊണ്ട് വളരെ മനോഹരമായി പണിതിട്ടുണ്ട്. അതുകൂടെ തന്നെ ഒത്തിരി സ്പോട്ടർ ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുണ്ടമൻകടവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് വീട് പണിതിട്ടുള്ളത്. 6 സെൻറ്റ് ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു മിനി തിയേറ്റർ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ടേജ് ടാറിട്ട റോഡാണ് വന്നിട്ടുള്ളത്. ഈ വീടിന് 2 എൻട്രൻസ് എന്ന രീതിയിലാണ് നമുക്ക് പണിതിട്ടുള്ളത്. ഫോൾഡിംഗ് ഗേറ്റ് നൽകിക്കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ വീടിനൊരു കിണർ വന്നിട്ടുണ്ട്. പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. 16x10 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. ഗ്രാനൈറ്റാണ് ഫ്രണ്ടേജിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ഫാൻസി ലൈറ്റും നമുക്കിവിടെ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് തേക്കിൻ തടിയിലാണ് പണിതിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഡോറ് കടന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഹോൾ. 12x12 ഹോളിൻ്റെ ഡയമെൻഷൻ. മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിൽ വരുന്നൊരു ഫോൾ സീലിംഗും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. വളരെ വൈഡായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ഒരു പൂജാ റൂമാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് പൂജാ റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കാം. ഈ ഒരു വുഡൻ പാർട്ടീഷൻ കടന്നാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ. എടുത്തു പറയേണ്ട കാര്യം, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഡൈനിങ് ഏരിയ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 16x16 ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ. കാണുന്നത് പോലെ ഫോൾ സീലിംഗ് വർക്കും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിക്കൊണ്ടാണ് ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ സൈഡിലായിട്ട് കാണുന്ന പോലെ തന്നെ ബോക്സ് ടൈപ്പ് ഒരു ഷെൽഫ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള വാഷ് ഏരിയ. കൂടാതെ സൈഡിലായിട്ടൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ തീമിലുള്ള സിങ്കാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നൽകിക്കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷട്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് നൽകിക്കൊണ്ടാണ് വീട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഈ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള സ്വിച്ച് കാര്യങ്ങൾ നമുക്ക് റൈറ്റ് സൈഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഷട്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നത് പോലെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു വൈഡായിട്ടുള്ളൊരു ഓപ്പൺ ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മുറ്റം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം. ചെറിയൊരു ബോക്സ് ടൈപ്പ് പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ടാണ് കിച്ചൻ്റെ പ്രവേശനം നൽകിയിട്ടുള്ളത്. വളരെ മോഡേൺ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡൻ ഫിനിഷ് ടൈൽസാണ് ഫ്ലോറിങ്ങിന് നൽകിയിട്ടുള്ളത്. 12x12 കിച്ചണിൻ്റെ ഡയമെൻഷൻ വരുന്നത്.
ബ്ലൂ ആൻഡ് വൈറ്റ് തീം നൽകിക്കൊണ്ടാണ് കിച്ചൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു ഇലക്ട്രിക് ചിമ്മിനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്മാർട്ട് സിങ്കാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ സ്ട്രിപ്പ് ലൈറ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിച്ചൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വർക്ക് ഏരിയ 12x8 ഡയമെൻഷൻ. ഇവിടെയും വാഷ് ബേസിനും കബോർഡും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിൽ വുഡൻ ഫിനിഷ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയ്ക്ക് പുറത്തായിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലായിട്ട് അലക്കുകല്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിക്കാം. ഈ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 16x12 ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ. മനോഹരമായിട്ടുള്ള ടൈൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ ഒരു ഫാൻസി ലൈറ്റും നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ്സ് പ്രൊവൈഡഡ് ആണ്. ഡ്രസ്സിങ് യൂണിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വാൾഡ്രോബ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം. കാണുന്നത് പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെയാണ്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. മനോഹരമായൊരു വാൾഡ്രോബ്സ് ഈ റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം. നേരത്തെ കണ്ടതുപോലെ തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ വോൾട്ടൈലും കാര്യങ്ങളെല്ലാം ഈ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ വുഡിലാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ടോപ്പിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഫാൻസി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി സെക്കൻഡ് ഫ്ലോറിലെത്തുമ്പോൾ മനോഹരമായ ഹോളാണ് ആദ്യം കാണുന്നത്. 16x12 ഹോളിൻ്റെ ഡയമെൻഷൻ. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കെല്ലാം ഹോളിൽ നൽകിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് വുഡൻ ഫിനിഷും ഉൾപ്പെടുത്തിയാണ് ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഹോളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 16x6 ഈ ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഫോൾ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. എടുത്തു പറയേണ്ട കാര്യം, എല്ലാ റൂംസിലും നമുക്ക് ബാൽക്കണി അവൈലബിൾ ആണ്. ഈ റൂമിന് ഒരു എ ഫ്രെയിം ഡിസൈനാണ് വരുന്നത്. ഈ റൂമിൽ മനോഹരമായൊരു വാൾഡ്രോബ്സ് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ റൂം ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് സെക്കൻഡ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫാൻസി ലൈറ്റും ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഉൾപ്പെടുത്തിയുള്ള ഒരു വാർഡ്രോബ്സാണ് ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലും ബാൽക്കണി നൽകിയിട്ടുണ്ട്. 14x6 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഫോൾ സീലിങ്ങിന് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്.
ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിലൊരു മിനി തിയേറ്റർ അവൈലബിൾ ആണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ വലത്തേ വശത്തായിട്ടാണ് തിയേറ്റർ നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് സൗണ്ട് പ്രൂഫ് നൽകിക്കൊണ്ടാണ് തിയേറ്റർ പണിതിട്ടുള്ളത്. 12x10 ഡയമെൻഷൻ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാൽക്കണിയിലോട്ട് പ്രവേശിക്കാം. വളരെ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റൂഫ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബാൽക്കണിയുടെ വലതുവശത്ത് കാണുന്ന റൂമിലാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ ഈ ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലോൺ ഫെസിലിറ്റീസ് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നമസ്കാരം.